അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ടല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്കൊന്ന് വെക്കേഷന് നാട്ടിൽ പോയി. അപ്പം നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 2 months ഒക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ ചെന്നപ്പോഴും വ്ളോഗൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് വ്ളോഗ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സമയം കിട്ടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നാട്ടിലെ ആ ഒരു ഇതായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു. പിന്നെ ഫ്രീ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും അങ്ങോട്ട് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. പിന്നെ എനിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നില്ല. ഞാനെപ്പോഴാണോ ശരിക്കും എൻജോയ് ചെയ്തൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇട്ടാൽ മതി എന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയായത്. അപ്പം അതെനിക്ക് ഞാൻ നല്ല മൂഡിലിരിക്കുമ്പോഴും ഞാൻ നല്ല സന്തോഷത്തിലിരിക്കുമ്പോഴും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ പെൻഡിങ്ങിലിരിക്കുകയായിരുന്നു. ഞാൻ കുറേ കാലമായി എഡിറ്റിങ് തുടങ്ങിയിട്ട് തന്നെ. പക്ഷേ എനിക്കെന്തോ അങ്ങോട്ട് ഫുള്ളാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫൈനലി ഞാനിപ്പോൾ ഓക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടണമെന്ന് തന്നെ ഞാൻ ആദ്യം കുറേ ആലോചിച്ചു. കാരണം ഒരുപാട് നാളായില്ലേ നാട്ടിൽ പോയിട്ടും നാട്ടിൽ നിന്ന് വന്നിട്ടും ഇപ്പോഴും നാട്ടിലെ വ്ളോഗ്സ് എങ്ങനെയാണ് ഇടാമെന്ന് ആലോചിച്ചിട്ട് ഞാൻ ആദ്യം ഒന്നും ഇങ്ങനെ സംശയിച്ച് നിന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ ഒരു വീഡിയോ എനിക്ക് എന്തായാലും ഇടണം. കാരണം ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഈ ഒരു വെക്കേഷൻ ഓർക്കാനുള്ളൊരു ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് വീണ്ടും ആ ഒരു വെക്കേഷൻ ടൈമിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും ഞാൻ നിങ്ങൾക്ക് സോറി പറയുകയാണ്. ലേറ്റ് ആയാലും നിങ്ങളെല്ലാവരും കാണുക. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നോർമലി ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലാവുന്ന സമയത്ത് നാട്ടിൽ പോയാൽ നോർമലി ഞാൻ എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ വർത്തമാനം പറഞ്ഞ് വീഡിയോ കുറച്ച് അങ്ങോട്ടേക്ക് പോയി. അപ്പം പൊതുവേ ഞാൻ നാട്ടിലാവുന്ന സമയത്ത് ഞാനും മോളും ഭയങ്കര ലേറ്റായിട്ടാണ് എണീക്കുക. ഞങ്ങൾ എണീക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ ലഞ്ച് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. പോരാത്തതിന് ഞങ്ങൾ ചെന്ന ഒരു സമയം എന്ന് പറയുന്നത് തന്നെ നല്ല മഴയുള്ളൊരു സമയമായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ തന്നെ മഴയുടെ ഒരു സൗണ്ട് കേട്ടിട്ട് എണീക്കുക. അപ്പോൾ ഒരിക്കലും നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നുമില്ല. അങ്ങനെ മൂടി പൊതിച്ച് മോളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനേ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടായിരുന്നു നാട്ടിൽ നിന്ന് എണീക്കാറുണ്ടായിരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾക്ക് നേരത്തെ 6:30-7 മണിയാകുമ്പോഴേക്കും നമുക്ക് എണീക്കണം മോളെ സ്കൂളിലൊക്കെ പറഞ്ഞയക്കാൻ. അപ്പോൾ മാക്സിമം നാട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ഉറങ്ങാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുക. അപ്പോൾ ആ ഒരു സമയം ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ കറികളും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു പൊതിച്ചോറാക്കാം. ഉള്ള കറികളും കൂട്ടാനൊക്കെ തന്നെ മതി, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇലയിലൊക്കെ പൊതിഞ്ഞ് ഒരു ചെറിയൊരു ഓംലെറ്റും ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പൊതിച്ചോറ് പോലെ ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇന്നിപ്പോൾ പൊതിച്ചോറാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാട്ടിൽ വന്ന് എനിക്ക് പൊതുവേ വലിയ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആകെ മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നല്ലാണ്ട് വേറെ കുക്കിങ്ങോ ക്ലീനിങ്ങോ അങ്ങനത്തെ ഒരു പരിപാടിയും നാട്ടിലില്ല. നാട്ടിൽ ഫുൾ ഫ്രീ ആണ്, നല്ല സുഖമാണ്. പിന്നെ ഇത്തവണ നാട്ടിലും നല്ല രസമായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാവരും നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ 2 ബ്രദേഴ്സും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ ഒരു മൂഡിൽ അങ്ങനെ എൻജോയ് ചെയ്തു പോയി. വീഡിയോ എടുക്കുന്ന കാര്യവും വീഡിയോ ഇടേണ്ട കാര്യവും എല്ലാം എൻ്റെ മൈൻഡിൽ നിന്നേ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇടയ്ക്ക് ഓർമ്മ വരുന്ന സമയത്ത് കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് അങ്ങനെ അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറഞ്ഞ മാതിരി തന്നെ എഡിറ്റ് ചെയ്തിടാനുള്ളൊരു മടിയുണ്ട്, ഒന്നും ഇട്ടില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ എന്തായാലും അതൊക്കെ വരുന്നതാണ്. പിന്നെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നാം. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാവും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന കാര്യമാവും. പക്ഷെ എന്തായാലും നമ്മൾ ഒരേ കാര്യം കണ്ടിന്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പിന്നെ ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നമ്മളൊരു നമ്മളൊന്ന് ഉഷാറായ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിനായാലും നമ്മൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പിന്നെ ഇത് ഞാൻ മീഷോന്നൊരു പ്ലാന്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന മാഗ്നറ്റിക് പ്ലാന്റ് ഹോൾഡർ. അപ്പം ഇത് അങ്ങനെ ഉമ്മാക്ക് എൻ്റെ അടുത്ത് കണ്ട സമയത്ത് ഉമ്മാക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ആക്കിയതായിരുന്നു. ഇത് 2 എണ്ണം വരുന്നൊരു സെറ്റാട്ടോ, 2 കളേഴ്സിൽ വരുന്നൊരു സെറ്റാണ്. ഞാൻ മീഷോന്ന് തന്നെയാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേയും മീഷോന്ന് തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അന്ന് ഓർഡർ ആക്കിയ ആ ഒരു റേറ്റിനൊന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ. കാരണം ഞാൻ അന്ന് ഓർഡർ ആക്കിയത് ഒരു 200 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. 200 മാക്സിമം 300 വരെ വരുന്ന ആ ഒരു റേഞ്ചിൽ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു റേറ്റ് ഒന്നും കാണാനില്ല. അങ്ങനെ ഉമ്മ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഓർഡർ ആക്കിയതായിരുന്നു ഈ ഒരു 2 എണ്ണം. പക്ഷേ ഇതിൽ സെറ്റ് വരുന്ന സമയത്ത് കണ്ട ഈ ഒരു ഓറഞ്ചിന് ആകെ 2 മാഗ്നറ്റേ വരുന്നുള്ളൂ. പക്ഷെ അതിന് പകരം നമുക്കിങ്ങനെ കൊളുത്തിയിടാൻ വേണ്ടിയിട്ടൊരു ഹോളൊക്കെ ഉണ്ട്. മറ്റേതിന് കറക്റ്റ് 4 മാഗ്നറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. മറ്റേത് ആ ഒരു ഓറഞ്ച് കളർ വെക്കുന്ന സമയത്ത് അതിങ്ങനെ താഴേക്ക് വീഴ് പോകുന്നുണ്ടായിരുന്നു. കാരണം അതിന് 2 മാഗ്നറ്റല്ലേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ വാളിലൊക്കെ വെക്കാനാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അത് 2 എണ്ണം ഉമ്മാക്ക് ഓർഡർ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൊതിച്ചോറൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്ക് പൊതിച്ചോറെല്ലാം കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇലയിലൊക്കെ കഴിക്കാൻ. ഒരുപാട് കറികളും കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറാണ്. കാരണം നമ്മൾ എത്ര ഉണ്ടാക്കി കഴിച്ചാലും നമുക്ക് വേറൊരാൾ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഒരിക്കലും തോന്നില്ല. അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പറയുമ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നത് എൻ്റെ ഉമ്മ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുക. പക്ഷേ എനിക്കൊരിക്കലും എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എനിക്കൊരിക്കലും തോന്നാറില്ല കേട്ടോ. ഉമ്മ ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതിനിപ്പോൾ നമുക്ക് നമ്മളുടെ ഫുഡ് തന്നെ കഴിച്ച് മടുത്തിട്ടാണോ എന്താണെന്നറിയില്ല, വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഈവനിങ് ആയാൽ പിന്നെ കക്കാര മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരും. പിന്നെ അവർക്ക് അങ്ങനെ കളിക്കാനൊന്നും ടൈം കിട്ടാറില്ല. കാരണം സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഉസ്താദ് അങ്ങനെ മദ്രസ പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ മദ്രസ ഇല്ലാത്തൊരു ദിവസമായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ അവിടെ സൈഡിൽ ഉമ്മാൻ്റെ ചെടികളൊക്കെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഉമ്മാൻ്റെ സ്ഥിരം പരിപാടിയാണ്. വൈകുന്നേരം ഒന്ന് ഇറങ്ങിയിട്ട് ചെടി അവിടെ നുള്ളി ഇവിടെ നുള്ളിയൊക്കെ നടക്കുക. എൻ്റെ മോൾക്കും തന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കാണാറില്ല എന്നുള്ള പോലെയാണ്. കാരണം ഫുൾ കളിയോട് കളിയാണ്. പിന്നെ മാക്സിമം അവൾക്കും ഈ ഒരു ടൈമല്ലേ അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തേത് ശരിക്കും ചെറിയൊരു വ്ളോഗാണ്. ഒരു വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതും പിന്നെ ഇക്കാൻ്റെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഇനി നമ്മളിങ്ങനെ ഗ്യാപ്പ് എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.